കഴിഞ്ഞ ദിവസം മേജർ രവി സാറിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ന്യൂസ് കാർഡ് കണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ പച്ചക്കറി കടയിൽ നിന്ന് കച്ചവടം ചെയ്തു വന്ന ആളല്ല, ഞാൻ പട്ടാളക്കാരനാണ് എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു കോമഡി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം ഒരു വീട്ടിലും ഒരച്ഛനും രാവിലെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാൻ അച്ഛനാണ് എന്ന് പറയേണ്ട ഒരു ഗതികേട് ഒരച്ഛനും ഉണ്ടാവുന്നില്ല. അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ആർക്കെങ്കിലും അവിടെ സംശയം തോന്നിയിട്ടുണ്ടാവണം. അവരുടെ ഭാര്യയും മക്കളും അവരെ അവിശ്വസിക്കുന്നവരായിരിക്കണം എന്നിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് രാജ്യത്തെ സേവിച്ച ഒരു പട്ടാളക്കാരനും രാവിലെ മുതൽ വന്നിരുന്നു കൊണ്ട് ഞാൻ പട്ടാളക്കാരനാണ് എന്ന് പറയേണ്ട ഒരു ഗതികേട് നമ്മുടെ നാട്ടിൽ ഒരു പട്ടാളക്കാരനും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. സാധാരണ നമ്മുടെ പട്ടാളക്കാരുടെ ഓരോ ജീവിതവും അവർ പട്ടാളത്തിൽ നടത്തിയ ആ ഒരു ഓപ്പറേഷനും കാര്യങ്ങളും എല്ലാം കേൾക്കാനും അത് കാണാനും ഒക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പണ്ട് രാജീവ് ഗാന്ധി വധക്കേസ് ആസ്പദമാക്കി ഒരു സിനിമ എടുത്തപ്പോൾ അതെല്ലാവരും പോയി കണ്ടതും അതിന് കൈയടിച്ചതും അത് ആസ്വദിച്ചതും എല്ലാം അതുകൊണ്ട് തന്നെയാണ്. എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യവും ഒരു സുഗന്ധമാണെന്ന് കരുതി ആ വിസർജ്യങ്ങളെല്ലാം എടുത്ത് ദേഹത്ത് പൂശണമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു പട്ടാളക്കാരനാകാനോ അല്ലെങ്കിൽ ഒരു പച്ചക്കറി കച്ചവടം നടത്താനോ പറ്റിയ യോഗ്യതയുള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെയാണ്. പണ്ട് ആരാണ്ടോ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വിഡ്ഢികളുടെ പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ കാണരുത്. അതിലെല്ലാവരും വിവരവും അറിവും ബോധവും ഉള്ളവരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാവരും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതും ഇതിന് എതിരെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഇങ്ങനത്തെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അതിൽ വരുന്നതും. അദ്ദേഹം ഒരു കാര്യം ചെയ്യണം, അതിനെ പാകപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലും ഒരു സിമ്പലോ കാര്യങ്ങളോ അദ്ദേഹം ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിലോ തൊപ്പിയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അണിഞ്ഞുകൊണ്ട് നടക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ രാജ്യത്തെ ഒരു ജനത, ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു ജനറേഷൻ അവരുടെ അവകാശത്തിന് വേണ്ടി അവർ സമരം ചെയ്യാൻ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ അതിന് അഭിപ്രായമായിട്ട് വിസ്മയ മോഹൻലാൽ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അവരോട് വിയോജിക്കുകയും അവർക്ക് തെറ്റുപറ്റിയതാണെന്നൊക്കെ പറയുകയാണ് ചെയ്തത്. ഈ രവി സാർ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ചിലപ്പോൾ കോൺഗ്രസ് വേദിയിൽ കയറി ഞാൻ ഒരു രാഷ്ട്ര സേവകനാണെന്നും ഞാനൊരു രാജ്യസ്നേഹിയാണെന്നും പറയും. മറിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയിട്ട് പിന്നീട് BJP-യിലോട്ട് ചെന്ന് അവിടെ ഒരു രാജ്യസ്നേഹിയാണെന്ന് പറയും, പിന്നീട് അവരുടെ സ്ഥാനാർത്ഥികളാണെന്ന് പറയും. ഇങ്ങനെ മാറി നിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ആളാണ് ഇത്തരമൊരു കാര്യങ്ങൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് തന്നെ വിസ്മയമായിട്ട് തോന്നുന്നത് കൊണ്ടായിരിക്കും ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ അദ്ദേഹം നടത്തുന്നത്.